ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന അമ്മ ഉണ്ടാക്കി തന്ന നല്ല ചൂട് ചായയോടെയാണ്. ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കാൻ എന്ത് രസമല്ലേ. ഇന്ന് പ്രത്യേകം ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞൊരു ഡേ ആണ്. കാരണം ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് എഴുന്നേറ്റ ഉടനെ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് പതിവ് പോലെ. അതിനുശേഷം അമ്മ എനിക്ക് 2 ചോക്ലേറ്റ് കൊണ്ട് തന്നു. ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. നല്ല ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് പീനട്ടിൻ്റെയും ഒന്ന് കോക്കനട്ടിൻ്റെയും ഫ്ലേവറായിരുന്നു. അമ്മ എപ്പോഴും എനിക്കിങ്ങനെ സർപ്രൈസ് തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. പെട്ടെന്നാണ് അമ്മ ഒരു കവറായിട്ട് എൻ്റെ കയ്യിലോട്ട് വന്ന് എത്തിച്ചത്. എന്നിട്ട് വീണ്ടും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. അത് നല്ലൊരു ഡ്രസ്സായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന് ശേഷം മോർണിംഗ് ഞാൻ ഉപ്പുമാവാണ് കഴിച്ചത്, സേമിയ ഉപ്പുമാവ്. എനിക്ക് പിന്നെ ഉപ്പുമാവിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറി വേണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പുമാവ് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ എനിക്ക് കുറച്ച് കുക്കുംബർ, മാതളം, ക്യാരറ്റ്, നെല്ലിക്ക ഇതൊക്കെ എടുത്ത് വെച്ച് തന്നു. കാരണം കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞ് ഭയങ്കര സുഖമാണ്. കാരണം അമ്മ എനിക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് തരിക. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചു. എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണമല്ലോ. അതിന് ശേഷം നമ്മൾക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ടൗണിലോട്ട് പോയി കുറേ കറങ്ങി നടക്കുമ്പോഴേക്കും വയ്യാതായി. അപ്പോൾ ഒരു നാരങ്ങ വെള്ളവും ഒരു ഉഴുന്ന് വടയും കഴിച്ച് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്ന്. അങ്ങനെ അലഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഭയങ്കര ടയേർഡായി. അപ്പോൾ അമ്മ ഒരു സർബത്ത് ഉണ്ടാക്കി തന്നു. പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ഉള്ളിവടയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. പെട്ടെന്നാണ് നെക്സ്റ്റ് എൻ്റെ അനിയത്തിയുടെ സർപ്രൈസ്. അവളൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഞെട്ടിപ്പോയത് ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് കേട്ടോ. കാരണം എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ മോം ടു ബി എന്നൊക്കെ എഴുതി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഈ കേക്ക് കണ്ടപ്പോൾ. കാരണം അവൾ വന്നപ്പോൾ മുതൽ ഓപ്പൺ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ വിചാരിച്ചു നോർമൽ കേക്കായിരിക്കും വിചാരിച്ചു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായിപ്പോയി. പിന്നെ അടുത്തൊരു ഗിഫ്റ്റ് പെട്ടെന്ന് വന്നു. അമ്മയും അനിയത്തിയും കൂടെ എനിക്ക് എപ്പോഴും സർപ്രൈസ് ചെയ്ത് തന്ന് ഞെട്ടിപ്പിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഇത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ അനിയത്തിയുടെ ഫസ്റ്റ് ഗിഫ്റ്റാണ്. ബേബി ബെഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്രയും ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിൻ്റെ കൂടെ ക്യൂട്ട് പില്ലോ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവളെ വിളിച്ച്. അനിയത്തിപ്പം എൻ്റെ കൂടെയില്ല. പക്ഷേ എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അവളെ തന്നെയാണ്. അപ്പോൾ അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പിറന്നാളായതുകൊണ്ട് തന്നെ അമ്മയുടെ വക ഒരു കുഞ്ഞു സദ്യ ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി കറികളൊന്നും വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. ഇത് ഞാൻ വെച്ചാട്ടോ ക്യാബേജ് തോരൻ. പിന്നെ എലിശ്ശേരി, മത്തനൊക്കെ കൊണ്ടുവയ്ക്കും. പാലക്കാട് നമ്മൾ എലിശ്ശേരി എന്ന് പറയും, ബാക്കിയുള്ളവിടെ എന്ത് പറയുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എലിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ നല്ല മാങ്ങ കടുക് വറുത്തതുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. മാങ്ങ മുളകൊക്കെ തിരുമ്മി കടുകൊക്കെ പൊട്ടിച്ച് നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല വറുത്തരച്ച സാമ്പാറുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ്. പിന്നെ നല്ല പുള്ളി പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കയ്യിൽ വാഴയില ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ ഐഡിയ ആണ്, ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഒരു വാഴയില കൊണ്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചോറ് വിളമ്പി.
പിന്നെ ഇത് കടലപ്പരിപ്പ് പായസം കേട്ടോ. നോർമലി എനിക്ക് വൈറ്റ് കളറുള്ള പായസങ്ങളോടാണ് ഇഷ്ടം, പക്ഷേ ഇത് അമ്മ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. കാരണം ഒത്തിരി മധുരമൊന്നും ഇല്ലാതെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് മൺപാത്രം കൊണ്ട് ഉണ്ടാക്കിയ ജഗ്ഗാട്ടോ, അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ലഞ്ചിനുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് സദ്യ ആയിരുന്നു ലഞ്ചിന്, അടിപൊളിയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം ഒരു കോഫി കുടിച്ചു. ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോഫിയുടെ ഒപ്പം ഉള്ളിവട, രാവിലെ വാങ്ങിച്ച ഉള്ളിവട ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തം ഞാനല്ല കേട്ടോ കഴിച്ച്, ഹസ്ബൻഡാണ് കഴിച്ച്. പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ കേക്ക് വന്നില്ലായിരുന്നു. അപ്പം അത് വൈകിട്ട് ഹസ്ബൻഡും പിന്നെ അനിയത്തിയൊക്കെ വീഡിയോ കോളിൽ വന്നിട്ട് മുറിക്കാമെന്ന് വിചാരിച്ച് അത് കട്ട് ചെയ്തു. പിന്നെ വൈകിട്ട് രാത്രി വന്നിട്ട് നമ്മൾ ചോറും രാവിലത്തെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന മാങ്ങയും എലിശ്ശേരിയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.